തന്നതിൻ സുഹൃതം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും പൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ചേലക്കര പ്രദേശത്തു നിന്നും ഇടയ്ക്ക് സ്ഥലം മാറ്റം കിട്ടിയെങ്കിലും കുണ്ടുകുളം പിതാവിൻ്റെ പ്രത്യേക താൽപ്പര്യാർത്ഥം വീണ്ടും ചേലക്കര മിഷൻ പ്രദേശമായ ഇളനാട് വികാരിയായി സ്ഥാനമേറ്റു. ഈ മലമ്പ്രദേശം അങ്ങനെ പെട്ടെന്നൊന്നും കണ്ണാത്തച്ഛന് മറക്കാനാവില്ല. കണ്ണാത്തച്ഛൻ ചേലക്കരയുടെ വികാരമാണ്. കണ്ണാത്തച്ഛൻ ഇളനാട് ഇടവകയിൽ വരുന്നത് ഏകദേശം ഒരു 15 വർഷത്തോളം മുമ്പാണ്. 10 വർഷക്കാലം വിവിധ കാലങ്ങളായി ഈ ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അച്ഛൻ ചേലക്കരയിൽ നിന്ന് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് റോഡോ ടാറിട്ട റോഡോ ബസ്സോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 3 കിലോമീറ്ററോളം നടന്ന് വളരെയധികം സഹിച്ചുകൊണ്ടാണ് ഈ ദേവാലയത്തിലേക്ക് വന്നിരുന്നത്. ഇവിടെ ഒരു കൊച്ചു ദേവാലയമായിരുന്നു. ആ പള്ളി പൊളിച്ച് പുതിയ പള്ളി വലുതാക്കി പണിയുകയും അതോടനുബന്ധിച്ച് പാരിഷ് ഹാളും മറ്റു സൗകര്യങ്ങളും അനുബന്ധ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു. പള്ളിയോടനുബന്ധിച്ച് തന്നെ ഒരു കോൺവെൻറ്റ് പണിയാൻ ആവശ്യമായ നടപടികളെടുത്തു. അത് പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചാണ് ആദ്യകാലങ്ങളിൽ ഈ പള്ളിയുടെ വികാരി എന്ന നിലയ്ക്ക് സേവനമനുഷ്ഠിച്ചത്. ഇവിടെ ഇടവക്കാർക്ക് മാത്രമല്ല മറ്റു നാനാജാതി മതസ്ഥർക്കും അച്ഛൻ എപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ വീടുകളിൽ ഞങ്ങളെക്കാൾ മുമ്പേ ഓടിയെത്തുന്ന ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷമായിരുന്നു. മരണ വീടുകളിലായാലും അവരെ വിശേഷ ദിവസങ്ങളിലായാലും ഹിന്ദുവെന്നോ മുസ്ലിമോ എന്നോ വ്യത്യാസമില്ലാതെ അവരുടെ വീടുകളിൽ ആദ്യം അച്ഛൻ ഓടിയെത്തും. അതുപോലെ തന്നെ അവരുടെ എല്ലാ പരിപാടികൾക്കും
ഈ കണ്ണാത്തച്ഛനെ ജോർജച്ഛനെ പ്രത്യേകം വിളിക്കുകയും വിളിച്ചില്ലെങ്കിൽ പോലും അവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവരെ വീടുകളിൽ ചെന്ന് സഹായിക്കുന്ന ഒരു മനോഭാവമാണ് അച്ഛനുണ്ടായിരുന്നത്. മഹാജൂബിലി ആഘോഷിച്ചതും 50 വർഷം തികയുന്ന ജൂബിലി ആഘോഷിച്ചതും ഈ ഇടവകയിൽ വെച്ചായിരുന്നു. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറും അതുപോലെ ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു അച്ഛൻ്റെ 50-ാം വാർഷികം ഈ ഇടവകയിൽ വെച്ച് നടത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. അന്ന് ഇവിടെ വന്നു ചേർന്ന ജനാവലി തന്നെ ഈ ഇടവകയുടെ മാത്രമല്ല മറ്റു എല്ലാ വിഭാഗങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട അച്ഛൻ്റെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തത് തന്നെ ഈ നാടിൻ്റെ ഒരു വലിയ ആഘോഷമായി മാറുകയുണ്ടായിട്ടുണ്ട്. പഴയന്നൂരിൽ പള്ളിപണി തുടങ്ങാനും മർത്താമഠം സ്ഥാപിക്കാനും മുൻകൈയെടുത്തത് സാക്ഷാൽ കണ്ണാത്തച്ഛനാണ്. ഇന്ന് ഈ സ്ഥാനത്ത് അതിഗംഭീരമായി തല ഉയർത്തി നിൽക്കുന്ന ഒരു ദേവാലയമാണ് നമുക്ക് കാണാൻ കഴിയുക, സെയിൻറ്റ് ഡൊമിനിക്സ് ചർച്ച്. ഇതിന് സമീപത്തായി തന്നെ മർത്താമഠം വക സ്കൂളും നിലവിലുണ്ട്. ഒരു വൈദികൻ തൻ്റെ ജനതയ്ക്കായി തുടങ്ങിവെച്ച കാര്യങ്ങൾ ദൈവനാമത്തിൽ എത്ര മഹത്വപ്പെടുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ കാഴ്ചകൾ. ഞാൻ ഓരോ പ്രദേശത്തും നടന്നു കയറിയപ്പോൾ ഈ കിള്ളിമംഗലത്ത് ഒരു ചെറിയ വീട്ടിൽ കയറി. അപ്പോൾ അവിടുത്തെ ആ തള്ളശ്ശി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് അച്ഛന്മാരെ കാണുന്നത് ആദ്യമായിട്ടാണ്. അച്ഛൻ എന്താണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടേക്ക് ചേലക്കരയ്ക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകൾ നടക്കണം. ഞങ്ങൾ തെക്കരായിരിക്കുമ്പോൾ, തിരുവാങ്കൂറുകാരായിരിക്കുമ്പോൾ പള്ളിയുടെ അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. ഇവിടെ ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു ചെല്ലുമ്പോൾ കുർബാന കഴിയും. അതുപോലെ തന്നെ ഇവിടുന്ന് ശവം കൊണ്ടുപോകാനൊക്കെ പ്രയാസമാണ്. അച്ഛനൊരു പള്ളി പണിത് തരുമെന്ന് ചോദിച്ചു. ഒരു കുടുംബനി, ഒരു വയസ്സേയും. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, ഈ പ്രദേശത്ത് ഒരു സ്ഥലം കിട്ടിയാൽ ഞാൻ പള്ളി പണിയാം. അപ്പോൾ അങ്ങനെ ഒരു ദൈവാനുഗ്രഹം എന്ന നിലയ്ക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ സ്ഥലം, ഇപ്പോൾ പഴയ പള്ളി ഇരിക്കുന്ന സ്ഥലം ഒരു തൃശ്ശൂർ ബന്ധപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കുണ്ടോളം പിതാവ് ചേട്ടത്തിയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു, കുട്ടി ഫോറിനിലാണ്, അപ്പോൾ കുറച്ച് സ്ഥലമുണ്ട്. പിതാവ് പറഞ്ഞു ഒരു പള്ളിക്ക്. ഉടനെ തന്നെ പറഞ്ഞു, ഒരു 40-50 സ്ഥലം ആ പ്രദേശത്തുണ്ട്, പഴയ പള്ളിയുടെ ഭാഗത്ത്, അത് ഞാൻ തരാം. അപ്പോൾ അത് തരാനായിട്ടുള്ള അഭിപ്രായമൊന്നും ആയിട്ടില്ല. അതിന് നിയമപ്രകാരം മകൻ പ്രായമാകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വെള്ളക്കടലാസിൽ എഴുതി ഈ സ്ഥലം പള്ളിക്ക് വേണ്ടി ദാനം കൊടുക്കുന്നു. അത് എൻ്റെ മേശയിൽ വെച്ചുകൊണ്ട് ആ സ്ഥലം അളക്കാൻ വന്നപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും എങ്ങനെയോ കണ്ടറിഞ്ഞ് ഓടി വന്നു. ഞങ്ങൾക്ക് മനസ്സിലായി, നാളെ തൊട്ട് ഞങ്ങൾ ഈ പറമ്പിൽ പണിയും. അങ്ങനെ അവർ എല്ലാ ദിവസവും ഭക്ഷണം കഴിഞ്ഞ് കൊട്ടയും തൂമ്പയും ഒക്കെ ആയിട്ട് മണ്ണ് വെട്ടിയിടിച്ച് ആദ്യത്തെ പള്ളി ചെറുതായിട്ട് അവർ പണി തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യം അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ ആവശ്യം ഒരു അന്തോണിസ്മാരുടെ രൂപമാകട്ടെ. അപ്പോൾ താഴെ ഒരു കപ്പേളപ്പിഴത് പുതിയ കപ്പേളയായിട്ടുണ്ട്. അവിടെ ഒരു പറയുടെ രൂപത്തിൽ ഒരു തൂണ് കെട്ടി അതിൽ രൂപം വെച്ചു. പ്രത്യേക തരത്തിലുള്ള അന്തോണിച്ചൻ. അങ്ങനെ ഒരു കൊട അല്ലെങ്കിൽ ഒരു കൂടാരം മാതിരി, വൈക്കോൽ കൊണ്ട് മേഞ്ഞ മാതിരി ഒരു മേൽക്കൂര ഉണ്ടാക്കി അതിൽ കുരിശും വെച്ചുകൊണ്ട്
പള്ളിപ്പണിക്ക് മുമ്പ് തന്നെ തുടങ്ങിയ അവസരം നമ്മൾ അവിടെ ചൊവ്വാഴ്ച നൊവേന ചെല്ലും. അങ്ങനെ അന്തോണിച്ചനെ കുറിച്ച് പലരും പറയാറുണ്ട്. മലമടക്കിലെ വിശുദ്ധൻ, മലമടക്കിലെ അന്തോണിച്ചൻ എന്നൊക്കെ ആ രൂപം കണ്ടുകൊണ്ട് പലരും പറയാറ്, മലമടക്കിലെ വിശുദ്ധൻ. അപ്പോൾ അന്തോണിച്ചൻ പിന്നീട് ചില പുസ്തകത്തിൽ എന്നെ മലമടക്കിലെ വിശുദ്ധൻ എന്നൊക്കെ എഴുതി. അങ്ങനെ ഈ പള്ളിയും അത് കഴിഞ്ഞ് അധികം വൈകാതെ കൊണ്ട് ഇപ്പോൾ പുതിയ പള്ളിയിരിക്കുന്ന സ്ഥലം ഞാൻ ചെറിയ വില കൊടുത്ത് വാങ്ങിച്ചു. അങ്ങനെ സൗകര്യത്തിന് വേണ്ടി ആദ്യം തന്നെ ശവക്കോട്ട ഞാൻ അനുവാദം മേടിച്ചു. അതിനുശേഷം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നല്ലൊരു പള്ളി പണിതു. എല്ലാവർക്കും നല്ല സൗകര്യമായി ശവക്കോട്ടയായി. റോഡ് സൈഡ്, അപ്പോൾ അന്ന് ബസ് ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ മുമ്പ് ഇവിടെ, ഇപ്പോൾ ബസ് റൂട്ടായി. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു കിള്ളിമംഗലത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പള്ളി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയും കിള്ളിമംഗലാണ്. അത്രയും ഉത്സാഹിച്ച് അത്രയും ആവശ്യം എല്ലാവരുടെയും തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ച് തുടങ്ങിയ പള്ളിയാണ്. 1984 കാലഘട്ടത്തിലാണ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തൊഴുപ്പാടം പ്രദേശത്ത് ഒരു CMC മഠം സ്ഥാപിതമാകുന്നത്. മഠത്തോടൊപ്പം ജനോപകാരപ്രദമായ ഒരു ഡിസ്പെൻസറിയും കൂടി പ്രവർത്തനമാരംഭിച്ചു. പ്രകൃതിരമണീയമായ ഈ ആശ്രമം ഏറെ ആത്മീയ സാധകരും ഏകാന്ത ധ്യാനത്തിനായി ഇന്നും തിരഞ്ഞെടുക്കാറുണ്ട്. തൻ്റെ ജനതയുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ കണ്ണാത്തച്ഛൻ സദാ ജാഗരൂകനാണ്. ആയതുകൊണ്ട് തന്നെ പ്രഥമ മഠം കപ്ലോനായും അച്ഛൻ നിയമിതനായി. കണ്ണാത്തച്ഛൻ്റെ ദൈവാനുഗ്രഹമാണ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ ശാന്തി തീർത്ഥം. ഞാൻ ഈ ആശ്രമത്തിൽ വന്നപ്പോൾ ഇതൊരു ഭാരതീയ സാംസ്കാരിക രീതിയിലുള്ള ഒരു ആശ്രമമാണെന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങളുടെ CMC സിസ്റ്റേഴ്സ് അതിൻ്റെ ആരംഭം കുറിച്ചു. പക്ഷേ എനിക്ക് അതിലും അധികം കർത്താവിൻ്റെ സ്വരം, ഏകാന്തതയിലിരുന്ന് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചു വന്നത്. അങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് കണ്ണത്തച്ഛനെ കുറിച്ചുള്ള പലരുടെയും വാക്കുകളാൽ എൻ്റെ ഹൃദയം നിറഞ്ഞു പോയി. എന്തുകൊണ്ടെന്നാൽ കണ്ണത്തച്ഛനെ എനിക്ക് പുത്തമ്പള്ളിയിൽ വെച്ച് വളരെ ചെറുപ്പത്തിൽ കൊച്ചച്ഛനായിരുന്നപ്പോൾ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ അച്ഛനെ അത് ഓർമ്മയിലാണെന്ന് പറഞ്ഞിരുന്നത്. എന്നാലും കണ്ണത്തച്ഛൻ ഞങ്ങളുടെ ഈ ആശ്രമത്തിന് വേണ്ടി ഒട്ടനവധി പ്രാവശ്യം തന്നെ പല സഹായങ്ങൾക്കായി ഓടിയെത്തിയിട്ടുണ്ടെന്ന് എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആധ്യാത്മികമായിട്ട് അച്ഛൻ ദിവ്യബലി അർപ്പിക്കുന്നതിനും മറ്റ് പ്രാർത്ഥനകൾക്കൊക്കെ ആയിട്ട് ആരെ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഒരു തടസ്സം പറയാതെ ഓടി വന്ന് എല്ലാം ചെയ്തു തരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് ഏറെ പ്രയാസമുള്ളതാണ്. വാഹനങ്ങളില്ല. വാഹനങ്ങളുണ്ടായാൽ തന്നെ 1.5 കിലോമീറ്റർ ബസ് ഇറങ്ങി നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛൻ വരാറുള്ളത്. എന്നാലും കൂടി ഞങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും അച്ഛൻ അത് തടസ്സം പറയാറില്ല. പിന്നെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു ആദ്യം കുർബാനയ്ക്ക് വന്നിരുന്നത്. അത് ഇല്ലാതെ ഞങ്ങൾക്ക് വേറെ എപ്പോഴെങ്കിലും ഒരു കുർബാന ആവശ്യപ്പെടുകയാണെങ്കിൽ അച്ഛൻ ഓടി വന്ന് ഞങ്ങളെ സഹായിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാവപ്പെട്ട മനുഷ്യരോട് വളരെ കരുണയും സ്നേഹവും അനുകമ്പയൊക്കെയാണ് അച്ഛൻ്റെ ജീവിതത്തിൽ കാണിക്കാറുള്ളത്. ആരെ എപ്പോൾ സഹായമെന്ന് ചോദിച്ചാലും അച്ഛൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അച്ഛൻ എടുത്തു കൊടുക്കും. അങ്ങനെ എല്ലാ മനുഷ്യരോടും, നാനാജാതി മനുഷ്യരോട് അച്ഛന് ഒരു തുറന്ന സ്നേഹവും അതുപോലെ ഒരു പരിഗണനയും എല്ലാം കാണിക്കാറുള്ളതാണ് അച്ഛൻ്റെ നേച്ചർ തന്നെ. മണലാടിയിൽ സെയിൻറ്റ് ജോസഫ് ദേവാലയം കണ്ണാത്തച്ഛൻ്റെ നേതൃത്വത്തിൽ പുതുക്കി പണിയുന്നത് 1991 തൻ്റെ സ്വതസിദ്ധമായ നേതൃത്വ പാടവം ഇവിടെയും അച്ഛന് അനുഗ്രഹമായി. ബഹുമാനപ്പെട്ട ജോർജ് കണ്ണാത്തച്ഛൻ 16 കൊല്ലക്കാലം ചേലക്കര ഫൊറോനയിൽ നിന്ന് ഈ ഇടവക നടത്തുകയും അതിൽ 3 കൊല്ലക്കാലം ഇവിടെ ഇരുന്നു കൊണ്ട് ഈ പള്ളി നയിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനാണ് ജോർജ് കണ്ണാത്തച്ഛൻ.
ഈ പള്ളി പണിത കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ദീർഘ കിലോമീറ്ററുകളോ അച്ഛൻ നടന്ന് പൈസ പിരിച്ച് ഈ പള്ളി പണിയാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ ഇടവക്കാരിൽ നിന്ന് വായിച്ചും പറഞ്ഞും ഒക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെ വളരെ സ്നേഹത്തോടും നന്ദിയോടും കൂടിയാണ് മണലാടി സെൻറ്റ് ജോസഫ് ഇടവക്കാർ ഓർക്കാറുള്ളത്. അച്ഛന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളും ഈ ഇടവകയിലുണ്ട്. അച്ഛൻ വളരെ സ്നേഹപൂർവ്വമാണ് ഞങ്ങളോടും പെരുമാറിയിട്ടുള്ളത്. തിരിച്ചിടവക്കാരും അച്ഛനെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. അച്ഛൻ്റെ ഈ വാർദ്ധക്യത്തിൽ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള 3 വൈദികരിൽ വൈദികരാകാൻ വളരെ പ്രോത്സാഹനവും മാതൃകയൊക്കെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് ഒരു വൈദികനുണ്ടായി. കപ്പുച്ചൻ സഭയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഫ്രാങ്കോ വടക്കനച്ഛൻ കഴിഞ്ഞ വർഷം 2014 നവംബർ 26 ഈ ഇടവകയിൽ നിന്ന് തിരുപ്പട്ടം ഏൽക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഫ്രാങ്കോ അച്ഛൻ്റെ വലിയ മാതൃകയും കരുത്തുമായി ബഹുമാനപ്പെട്ട ജോർജ് കണ്ണത്തച്ഛൻ വളരെ നേതൃത്വം നൽകി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ആദ്യത്തെ അച്ഛൻ ബഹുമാനപ്പെട്ട സ്കറിയ നെടുമറ്റത്തിൽ അച്ഛൻ ഡോൺ ബോസ്കോ സഭക്കാരനാണ്. അച്ഛനും വളരെ സ്നേഹപൂർവ്വം വലിയ മാതൃകയുമൊക്കെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനും സ്നേഹവും പ്രോത്സാഹനമൊക്കെ നിരന്തരം അച്ഛന് നൽകിയിട്ടുണ്ട്. അച്ഛൻ്റെ വ്രതവാഗ്ദാനത്തിൻ്റെ സുവർണ ജൂബിലി ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ആഘോഷിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ അതിലും സന്നിഹിതനായിരുന്നു. ഇവിടെ നിന്ന് ബ്രദർമാരും ഒരുപാട് സിസ്റ്റേഴ്സുമുള്ള ധാരാളം ദൈവവിളി നിറഞ്ഞൊരു ഇടവകയാണ് മണലാടി സെൻറ്റ് ജോസഫ് ഇടവക. ഇതിൽ ഈ ദൈവവിളി വർദ്ധിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ വളരെ നിരന്തരമായ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഒരു കുടിയേറ്റ പ്രദേശമായിരുന്ന ഈ സ്ഥലത്ത് ഒരു പള്ളിയില്ലാതിരുന്ന കാലത്ത് 1976 ബഹുമാനപ്പെട്ട ജോസ് ചാഴൂരച്ഛൻ ചെറിയൊരു പള്ളി പണിയുകയും അത് ബഹുമാനപ്പെട്ട കണ്ണാത്തച്ഛൻ്റെ കാലത്ത് 1991 വലിയൊരു പള്ളിയായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കണ്ണാത്തച്ഛൻ ഈ പള്ളിയിൽ ഏതാണ്ട് 16 വർഷത്തോളം സേവനമനുഷ്ഠിക്കുകയും ഈ നാടിന് ഒത്തിരി കാര്യങ്ങൾ ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുടുംബങ്ങളുപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, പിന്നെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, നാടിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉപകാരങ്ങൾ, അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഈ ബഹുമാനപ്പെട്ട കണ്ണാത്തച്ഛൻ ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനാരോഗ്യം മൂലം അദ്ദേഹം വിശ്രമജീവിതം നയിക്കുകയാണ്. ചേലക്കരയിലെ നീണ്ട വർഷങ്ങളുടെ അജപാലന സബര്യയ്ക്കു ശേഷം കണ്ണാത്തച്ഛൻ വടൂക്കര ഇടവക വികാരിയായി ചുമതലയേറ്റു. ഇവിടെയും അച്ഛനെ കാത്തിരുന്നത് ഭാരിച്ച ഉത്തരവാദിത്വങ്ങളാണ്. നിലവിലുള്ള കുരിശുപള്ളി പൊളിച്ചു പണിയുകയും പുതിയ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തുകൊണ്ട് കണ്ണാത്തച്ഛൻ ഇടവകയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നമ്മുടെ രൂപതയിൽ 50 വർഷം വൈദിക വൃത്തി പൂർത്തിയാക്കി ഇപ്പോൾ വിശ്രമത്തിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ 50 വർഷം കൊണ്ട് 50 പള്ളികൾ പണിതു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ വളരെ ലളിതമായും എന്നാൽ ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞ ദൈവാലയങ്ങൾ പണിയുന്നതിലും വളരെ പ്രഗത്ഭനാണ്. തൃശ്ശൂർ രൂപതയിൽ അറിയപ്പെടുന്ന
വേലൂപ്പാടം തീർത്ഥകേന്ദ്രം തുടങ്ങി 50 പള്ളികൾ അദ്ദേഹം പണിയിച്ചിട്ടുണ്ട്. ആ പള്ളികളിൽ ഏറ്റവും അവസാനം പണിത പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വടൂക്കര ലിറ്റിൽ ഫ്ലവർ ദൈവാലയം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമധേയത്തിലുള്ള ഈ ദൈവാലയം 500ഓളം വീടുകൾ ഉള്ള ഒരു ഇടവകയാണ്. വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി വളരെയധികം മനോഹരമായി ദൈവാലയം കണ്ണാത്തച്ഛൻ 1 വർഷം കൊണ്ട് പണിത് തീർത്തു. ദൈവദാസനായ തച്ചുപറമ്പിൽ അച്ഛൻ ചേലക്കര പ്രദേശത്ത് തുടക്കം കുറിച്ച പ്രവർത്തനങ്ങൾ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം തിരഞ്ഞെടുത്ത 2ാം പ്രേക്ഷിതനാണ് ഫാദർ ജോർജ് കണ്ണാത്ത്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു വൈദികനാണ് ഇദ്ദേഹം. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ഈ വൈദികന് കൃഷിക്കാരോടും തൊഴിലാളികളോടും എന്നും പ്രത്യേക മമതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥൻ തച്ചനായ ഔസേപ്പിതാവായിരുന്നു. തൻ്റെ വൈദിക സേവനത്തിൻ്റെ 40 വർഷക്കാലം കുടിയേറ്റ മേഖലയിലാണ് അദ്ദേഹം ചിലവഴിച്ചത്. വേശ്യകളെയും പാപികളെയും തേടി വന്ന യേശുനാഥൻ്റെ കാലടികൾ പിൻചെന്ന ഈ വൈദിക ഗുരുവിൻ്റെ മുമ്പിൽ നമ്രശിരസ്കരായി നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. കരുണയേറിയ കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ